ചില വാഹനങ്ങളിൽ, അതായത് ചില വാഹനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അലോയ് വീൽ വരുന്ന ചില വാഹനങ്ങളിൽ 4 ടയേഴ്സ് മാത്രം ഒരു സൈസും സ്പെയർ വീൽ, അതായത് നമ്മുടെ സ്റ്റെപ്പിനായിട്ട് വരുന്ന സ്പെയർ വീൽ ഒരു ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫ് കൂടുന്നതായിരിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൽ ടയർ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. എന്നാൽ അതേ സ്ഥാനത്ത് ടയർ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ. എത്ര പേരത് ചെയ്യാറുണ്ട്? ജസ്റ്റ് ഞാൻ ആ ടയർ റൊട്ടേഷനെ കുറിച്ചൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഓണേഴ്സ് മാനുവൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് 2 ടൈപ്പ് റൊട്ടേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 4 വീൽ റൊട്ടേഷൻ, ഒന്ന് 5 വീൽ റൊട്ടേഷൻ. എന്തുകൊണ്ട് 4 വീൽ റൊട്ടേഷൻ, എന്തുകൊണ്ട് 5 വീൽ റൊട്ടേഷൻ? അതായത് എത്ര പേർക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ 4 and 5 വീൽ റൊട്ടേഷൻ ചെയ്യുന്നത്, മാറി മാറി ചെയ്യുന്നതിൻ്റെ കാര്യം? അതായത് ചില വാഹനങ്ങളിൽ, അതായത് ചില വാഹനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അലോയ് വീൽ വരുന്ന ചില വാഹനങ്ങളിൽ 4 ടയേഴ്സ് മാത്രം ഒരു സൈസും സ്പെയർ വീൽ, അതായത് നമ്മുടെ സ്റ്റെപ്പിനായിട്ട് വരുന്ന സ്പെയർ വീൽ ഒരു ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും വരുന്നത്. അതായത് ശരിക്കും അത് അലോയ് വീൽ അല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആ വാഹനത്തിൽ 4 വീൽ റൊട്ടേഷൻ മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് വളരെ വ്യക്തമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റിൻ്റെ മാനുവലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 185 65 R15 വരുന്നത് 4 വീൽ റൊട്ടേഷൻ. അതായത് 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് ഇതിനകത്ത് വരുന്നത് വിത്ത് അലോയ്. ഇനി അതേ സ്ഥാനത്ത് 5 വീൽ റൊട്ടേഷനിൽ 165 80 R14. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഒരു സ്വിഫ്റ്റ് ZXi പ്ലസ്സിലാണ്. ZXi പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോപ്പ് വേരിയൻ്റ് ആണ്, ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പ് വേരിയൻ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ 4 ടയേഴ്സ് മാത്രം അലോയ് വീൽ 15 ഇഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൽ 4 വീൽ റൊട്ടേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം 4 വീൽ റൊട്ടേഷൻ നമുക്ക് ചെയ്യേണ്ട രീതി ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ഇതിൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ടയർ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ വരും. ബാക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രണ്ട് റൈറ്റ് സൈഡിൽ പോകും. ഫ്രണ്ട് റൈറ്റ് സൈഡിലുള്ള ടയർ നേരെ ബാക്ക് റൈറ്റ് സൈഡിലോട്ട് പോകും. ബാക്ക് റൈറ്റിലുള്ള ടയർ നേരെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഇങ്ങനെയാണ് ഒരു 4 വീൽ റൊട്ടേഷൻ വരുന്നത്. ഇനി ഒരു 5 വീൽ റൊട്ടേഷൻ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള നേരെ ബാക്ക് സൈഡിലോട്ട് പോകും. ബാക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ബാക്ക് ലെഫ്റ്റ് സൈഡ് നേരെ സ്പെയർ വീലാവും. സ്പെയർ വീൽ നേരെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള വീല് നേരെ ബാക്ക് റൈറ്റ് സൈഡിലോട്ട് പോകും. ബാക്ക് റൈറ്റ് സൈഡിലുള്ള നേരെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ഇങ്ങനെയാണ് ഒരു 5 വീൽ റൊട്ടേഷൻ ഒരു നോർമൽ വെഹിക്കിളിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അടുത്ത് പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഇത് ടയർ സൈസും ഫ്രണ്ടും റിയറുമാണ് വരുന്നത്. അപ്പോൾ ചില വാഹനങ്ങളിൽ 29 തന്നെയാണ് വരുന്നത്. ചില വാഹനത്തിൽ ഫ്രണ്ടിലും ബാക്കിലും സൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ സൈസ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ബാക്കിലും ഫ്രണ്ടിലെ ടയർ പ്രഷറിൻ്റെ ഡിഫറൻസ്, സൈസ് അല്ല, സോറി ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നതാണ്, സൈസ് അല്ല, ടയർ പ്രഷറിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഫ്രണ്ടിലത്തെ ഡിഫറൻസ് ആയിരിക്കത്തില്ല ബാക്കിൽ. അപ്പോൾ ഫ്രണ്ടും ബാക്കും എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലോട്ട് പോയതിന് ശേഷം ബാക്കിലത്തെ ടയറിൻ്റെ പ്രഷർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടയർ റൊട്ടേഷൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് 10,000 കിലോമീറ്ററാണ് ഒരു ഓണേഴ്സ് മാനുവൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 5,000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും റൊട്ടേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ വെയറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറയുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു 5,000 കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അലൈൻമെൻ്റ് ഒക്കെ നോക്കുന്ന കൂടുതൽ ടയർ റൊട്ടേഷൻ കൂടെ ചെയ്തിടുന്നത് ഏറ്റവും നല്ലതാണ്.